നമസ്കാരം, കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ്. അതായത് ഗതിയില്ലാതെ പോകുന്ന ഗതാഗത വകുപ്പിനെ ഗതി കയറ്റാൻ, ഗതി മാറ്റാൻ KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി മാറിയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ കാണാൻ ഞങ്ങൾ ടെലിവിഷൻ മേഖലയിലെ കുറേ കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നു. അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്നേഹം പങ്കുവയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അത് KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെ ഗതി ഇനി മാറുന്നത് നിങ്ങൾ കണ്ടോ? നമ്മുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ സ്വന്തം ഗണേഷ് ചേട്ടൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു 2 മിനിറ്റ്. ഇന്നാണെങ്കിൽ ഹായത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ല, ഇതിൽ തന്നെ ലോക്ക് ഒട്ടിച്ചില്ല. അയ്യോ, ഇത്ര ലോക്കഡാണ് ഇത്. ഭയങ്കര പിടിയാണ്. അല്ല, അത് ലോക്ക് അല്ല, ഇത് പൊട്ടിക്കാൻ, ഇതാണ് പൊട്ടിക്കേണ്ടത്. ഇത് മാത്രം തുറന്നാൽ മതി. ഇത് മാത്രം തുറന്നത് അതിനാണ് രഞ്ജിത്ത് കയറി ഇത്രയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിനാണ് ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, എല്ലാരും കിട്ടും. കൃഷ്ണകുമാർ സാറേ, എല്ലാരും കിട്ടുന്ന നേരത്തിൽ കിട്ടുമല്ലോ. കിട്ടിയില്ലെങ്കിൽ വീശി എടുക്കില്ലേ? ഓക്കെ. ശിലു എത്തിയിട്ടുണ്ട്. അല്ല, അതങ്ങനെ വെച്ചോണ്ടിരിക്കുക, അത് കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാട്ടെ. കഴിഞ്ഞ 22 വർഷം ഇവിടെ നിൽക്കുവാണ്. അല്ല, അന്ന് നമ്മള് പോയിട്ടേ, അന്ന് ഇലക്ഷൻ കഴിഞ്ഞ് പോയതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഓക്കെ. ചിരിക്കാൻ പറയുമ്പോ വാ ഒട്ടിയിരിക്കുന്നു. ചെരുപ്പ് അന്വേഷിച്ച് വീട്ടിൽ വന്നു. ആയിരത്തി പോറും അല്ല, ഞാനൊരു സിംഗിൾ എടുത്തോ. ഇല്ല, നടക്കൂ. വെച്ച് ആർമയുടെ മുന്നിൽ വയ്ക്കുന്നത് പോലെ ഞാൻ ഗതാഗത വകുപ്പിന്റെ മുന്നിൽ ചില നിർദ്ദേശങ്ങൾ ഞാൻ ഗണേശൻ രാഷൻ ചേട്ടൻ അയച്ചു കൊടുക്കാം. എഴുതി തന്നാൽ മതി. നേരിട്ടേക്ക് തന്നാൽ രാഷൻ ചേട്ടൻ ചിലപ്പോൾ മറന്നു. നേരിട്ടേക്ക് തന്നാൽ
ദിനേശിയുടെ ഡീറ്റെയിൽസ് ദിനേശിന്റെ വീഡിയോയുടെ കാറിന്റെ നമ്പർ കേസിന്റെ ഡീറ്റെയിൽസ് അനങ്ങുന്നില്ല അവരുടെ സൈഡിൽ പ്രഷറുണ്ട് ഫൈൻ ചെയ്യണം. ദിവ്യ ഞങ്ങൾ വന്ന് ചേച്ചി നില്ലേ ചേച്ചി കട്ടി കിടക്കണേ ചേച്ചി ഇല്ല ഞാനില്ല സാഹചര്യം ഞാൻ ഇടയ്ക്ക് ഒരു കൈ ഞാനത് ഗതാഗത വകുപ്പിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ്. അതെ. എന്തൊക്കെ പ്രതീക്ഷയോടെ കാണും? നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ്. നമ്മുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ കലാകാരന്മാർ, അഭിനേതാക്കൾ. അദ്ദേഹം ഇപ്പോൾ മാത്രമല്ലല്ലോ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായത്, ഇതിനു മുമ്പുമായിട്ടുണ്ട്. അന്ന് തൻ്റേതായ വ്യക്തിത്വത്തിലുള്ള നല്ല ഒരു ഭരണമാണ് അതായത് ട്രാൻസ്പോർട്ടിൽ കാഴ്ചവെച്ചത്. നല്ല നല്ല ബസ്സുകൾ ഇറക്കി ഇവിടെ ഇപ്പോഴും ഒരുപാട് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു അല്ലേ. അതായത് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഇഫ് ഉണ്ട് അതിനകത്ത്, എങ്കിലും ഇത്രയും നല്ല 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 പ്രവർത്തനങ്ങൾ എല്ലാം അറിയാമല്ലോ. പരിഷ്കാരങ്ങൾ, ഒത്തിരി പരിഷ്കാരങ്ങൾ പറഞ്ഞുവല്ലോ അദ്ദേഹം. ആ തരത്തിലെ ബസ്സുകളിൽ പിന്നെ ആവശ്യമില്ലാത്ത ബസ്സുകൾ ഓടിക്കില്ല, എന്നാൽ ആവശ്യമുള്ളിടത്ത് യഥേഷ്ടം ബസ്സുകൾ ഇറക്കും. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ, കാരണം അവർക്ക് ബസ്സല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ നഷ്ടം നോക്കില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെ. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാറുണ്ട്? ഇങ്ങനെ ഒരു നമ്മുടെ സ്വാഭാവികമായ ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു 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 പൊതുജനം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ട്. എനിക്കൊരു നിർദ്ദേശമുണ്ട്. അദ്ദേഹം നല്ല കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞു വെച്ചത്. അത് തൻ്റെ അടുത്തോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക. നിർദ്ദേശം മാത്രമായിട്ട് കാര്യമില്ലല്ലോ. തൻ്റെ അടുത്തോടുകൂടി അത് ചെയ്യാൻ അറിയാവുന്നതാണ്. അദ്ദേഹം നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ബസ് ഡ്രൈവർ, ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർ പ്രത്യേകിച്ച് ബസ് ബേയിൽ ഒരിക്കലും നിർത്താറില്ല. ബസ് ബേ പൊതുവേ ഇല്ല പലയിടത്തും. ഒരു 10 സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഒരിടത്തൊക്കെ ബസ് ബേ ഉള്ളൂ. അവിടെ ബസ് ബേ ഇവർക്ക് ഇഷ്ടമല്ല. ചിലർക്ക് ഈ കമേഴ്ഷ്യലൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത്. ഈ ഡ്രൈവർമാർക്ക് ബസ് സ്റ്റോപ്പിലോ ബസ് ബേ ചേർത്ത് നിർത്തുന്നത് ഓടി വരുന്ന വഴി എവിടെയാണോ അവിടെ നിർത്തുന്നത്. അത് റോഡിൽ നടുക്കാണെങ്കിൽ നടുക്ക്, ഇച്ചിരി സൈഡാണെങ്കിൽ നടുക്ക്. അത് നമ്മുടെ ഭാഗ്യം പോലും. അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ ഹോട്ടലുകൾ, അവർക്ക് പരിചയമുള്ള ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ ഹോട്ടലിൽ നീറ്റായിരിക്കണം. ആ ഹോട്ടലിൽ എന്തെല്ലാം ഫെസിലിറ്റീസ്, എന്തെല്ലാം മിനിമം ക്വാളിറ്റി വേണം, എങ്കിൽ മാത്രമേ ബസ് അവിടെ നിർത്തൂ എന്ന് പറയും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളിൽ തന്നെ. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യം, സിനിമാ മന്ത്രിയാകാനായിരുന്നു ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല, ട്രാൻസ്പോർട്ട്. ആ ട്രാൻസ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എന്തെല്ലാം മാറ്റങ്ങൾ ട്രാൻസ്പോർട്ട് വരുത്തണമെന്ന്. അപ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാം. ഉടമസ്ഥന് കൂടി ലാഭകരമാകുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രോബ്ലം. 1 ലക്ഷം റൂട്ട് ഫോർമുലേറ്റ് ചെയ്താൽ ഒരു 40 ശതമാനം ആദ്യം എടുക്കുന്നതാണ്. അത് വരുന്ന കൂടി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ, സർക്കാരിന് ടാക്സ്. ഇതാണ് നമ്മളൊരു പ്ലാൻ. അതിൽ ഈ പറഞ്ഞ കണക്ക് ഓരോ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് മോഹൻ മിക്കാർ ബസ് മുതലാളിയായിട്ട് വലിയ താമസം കാണുന്നുണ്ട്. ഒരു നമുക്കിനി കാണാം. ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇന്ന് മലയാളികൾ ഏറ്റെടുക്കുന്നു, കാത്തിരിക്കുന്നു, അതിനോട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ കാത്തിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ കാത്തിരിക്കാം. ഗതാഗത വകുപ്പ് ഇനി മാറ്റങ്ങളുടെ പാതയിലാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വകുപ്പിനും മലയാളികൾക്കും എല്ലാ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. കേരള കാളിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഗതാഗതത്തിന് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ആവശ്യമാണ്.